വിക്രമനും മുത്തും ആയുധങ്ങളുമായി കോട്ടയ്ക്കരികിലേക്ക്. നമ്മൾ കരുതിയതിലും വൈകി. രാത്രിയാകും മുമ്പേ വരാമായിരുന്നു. വിക്രമ, ദേ വേറൊരു പെട്ടി. ഇന്നൊരു പെട്ടി ദിവസമാണല്ലോ. ഈ പെട്ടി വെട്ടിപ്പൊളിക്കണ്ട, പാതി തുറന്നാ കിടക്കുന്നത്. എന്നാൽ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നത് യുവർ അണ്ടർ അറസ്റ്റ്. ചതിച്ചു ജമ്പൻ. പെട്ടി കണ്ടാൽ നിങ്ങൾ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറ, എവിടെയാ മറ്റേ പെട്ടി? പറയാം. വിക്രമൻ എല്ലാ കാര്യങ്ങളും ജമ്പനോട് പറഞ്ഞു. ഓഹോ, എങ്കിൽ ചലോ പഴയ കോട്ട. കോട്ടയ്ക്കകത്ത് എന്തൊരു ഇരുട്ട്. ഡോൺ വറി, ഒരു ഡിറ്റക്റ്റീവിൻ്റെ കയ്യിൽ എപ്പോഴും ടോർച്ചുണ്ടാവും. ജമ്പൻ സാറേ, ദാ ആ മൂലയ്ക്കാ പെട്ടി. ജമ്പൻ ടോർച്ച് തെളിച്ചു. ആ കാഴ്ച കണ്ട് ജമ്പൻ്റെ കണ്ണുകളും ടോർച്ച് പോലെ മിന്നിപ്പോയി. തുറന്നു കിടക്കുന്ന പെട്ടി. മൈ ഗോഡ്, നിധി ആരോ അടിച്ചു മാറ്റി. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ടു. ആരോ ഓടിപ്പോകുന്നു. ക്യാച്ച് ഹിം. ജമ്പൻ പുറത്തേക്ക് കുതിച്ചു. അതാ ഓടിപ്പോകുന്നു വെളുത്ത നിറമുള്ള പടുകൂറ്റൻ ചെന്നായ. അതോടൊപ്പം നൂറുകണക്കിന് ചെന്നായയുടെ ഓരിയിടൽ അലയടിച്ചു. കുറച്ചകലെ. അവൻ പുറത്തിറങ്ങി. ഈ മൊട്ടത്തലയും ബോസ് എവിടെ ചെന്ന് കിടക്കുവാണോ ആവോ. മിക്കവാറും അങ്ങേരുടെ കാര്യം കട്ട പുകയാവും. ഇതാണ് മണ്ടന്മാരെ പിടിച്ച് ബോസാക്കിയാലുള്ള കുഴപ്പം. ഷോ. അപ്പോഴതാ ജമ്പൻ ടോർച്ചും പിടിച്ച് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രതിമ പോലെ നിൽക്കുന്നു. ഓഹോ, ഇവിടെ ഉണ്ടോ? ഇപ്പോഴും ജീവനുണ്ടല്ലോ അല്ലേ? ഫൂൾ, കൊള്ളക്കാരെ പിടിക്കാൻ പോയിട്ട് എവിടെയായിരുന്നു ഇതുവരെ? ഇങ്ങനെ മണ്ടത്തരം പറയുന്ന ഡിറ്റക്റ്റീവുമാരെ പിരിച്ചുവിടണം. താങ്കൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാഗ്യം. കൊള്ളക്കാരെ ഞാൻ പിടിച്ച് ഇതിനകത്തിട്ടിട്ടുണ്ട്, അറിയാമോ? അകത്ത് കിടക്കുന്നവരുടെ കാര്യം പോട്ടെ, ഒരുത്തൻ പുറത്തു പോയത് അറിഞ്ഞില്ലായിരിക്കും. പുറത്തു പോയവനോ? ഓ, ആ ചെന്നായ ആയിരിക്കും. അവൻ ഈ കേസിൽ പങ്കില്ല. ദൈവമേ, ഈ ഒഴിഞ്ഞ തല നീ തന്നെ കാത്തോളണേ. അസിസ്റ്റന്റ്, അതിര് കടക്കുന്നു. എങ്കിൽ പറയാം, ആ ചെന്നായാണ് ഈ കേസിലെ മുഖ്യപ്രതി. എങ്ങനെ? പറയാം. ഇടയ്ക്ക് കയറി ചോദിക്കുകയോ പേടിച്ച് ബോധം കെടുകയോ ചെയ്യരുത്. അതേസമയം മറ്റൊരിടത്ത്. ഇപ്പം ഡാഗിനി പറഞ്ഞത് നേരായി. കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കഷ്ടകാലത്തിന് ആ മാന്ത്രിക കടലാസ് എവിടെയോ വീണും പോയി. ആരോ വരുന്നുണ്ടല്ലോ. ഹമ്പടാ, അതവനാ, ആ പേടിത്തൊണ്ടൻ കടുവ. നാശം, ഇവനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. ഓടിച്ചു വിടറ ലുട്ടാപ്പി അവനെ. ബോധം കെട്ടാൽ കഥ കഴിയുമെന്ന് അറിഞ്ഞിട്ടോ എന്തോ ഇത്തവണ ഷേര് ബോധം കെട്ടില്ല. എൻ്റെ അമ്മോ, പിന്നെയും പ്രേതം. ശല്യം പോയി കിട്ടി. ആരാത്? ഏത്? കുട്ടൂസൻ തിരിഞ്ഞു നോക്കി. ഒടേതമ്പുരാനേ, രാക്ഷസ ചെന്നായ. മന്ത്രം ചൊല്ലി അതിനെ മയക്ക കുട്ടൂസ. ഭീം ഭൂം ഭോ. രക്ഷയില്ലടാകിനി, മന്ത്രം ഏൽക്കുന്നില്ല. ദേ, അതിൻ്റെ രൂപം മാറുന്നുണ്ടോ എന്നൊരു സംശയം. ചെന്നായുടെ രൂപം പതുക്കെ പതുക്കെ മറഞ്ഞു. പകരം മറ്റൊരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അയ്യോ, ആരാ? മനസ്സിലായില്ല. ഡ്രാക്കുള. അതേസമയം മറ്റൊരിടത്ത്. ഹെഹി, ഈ പ്രദേശം മുഴുവൻ കെണികളായി. ഇനി ആ കരുനാക്കനൊന്ന് ഇതിലെ പറന്നാൽ മാത്രം മതി. ശോ, അവൻ എവിടെ പോയോ ആവോ. കരുനാക്ക, ചാവാൻ തയ്യാറായിക്കോ. അതേസമയം നിന്നെ ഈ ജില്ല കടത്തിയിട്ടേ ഈ ലുട്ടാപ്പി അടങ്ങൂ. ഓട്ടത്തിനിടയിൽ ലുട്ടാപ്പി പരിചയമുള്ള ഒരു സ്വരം കേട്ടു. അതവരല്ലേ? തുമ്പൻ പറഞ്ഞ വാർത്ത കേട്ട് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയായിരുന്നു ജമ്പൻ. അപ്പോൾ വിക്രമൻ കൊണ്ടുവന്നത് ശവപ്പെട്ടിയായിരുന്നോ? അതെ, പെട്ടിക്കകത്ത് നിന്ന് എണീറ്റോടിയത് ശവവും. എൻ്റെ ഊഹം ശരിയായിരുന്നെങ്കിൽ അത് ഡ്രാക്കുളയായിരുന്നു. ഡ്രാക്കുള. തലയ്ക്കകത്ത് ഒരു ബൾബ് ഫ്യൂസായ പോലെ തോന്നി ജമ്പന്. എനിക്ക് തലയ്ക്കൊരു പെരുപെരുപ്പ്. നോ, ബോധം കെടാനുള്ള നേരമല്ല ഇത്. ഉള്ള നേരത്ത് സ്ഥലം വിടാം, അതാ ബുദ്ധി. ജമ്പന്റെ കർത്തവ്യബോധം ഉടനെ ഉണർന്നു. പാടില്ല, ഒരു ഡിറ്റക്റ്റീവ് പേടിത്തൊണ്ടനെ പോലെ ഒളിച്ചോടാൻ പാടില്ല. എങ്കിലൊരു മരമണ്ടനെ പോലെ പ്രേതം പിടിച്ച് ചാവാം. ഐഡിയ. ഡ്രാക്കുളപ്പെട്ടി കൊണ്ടുവരാൻ വിക്രമൻ ഉപയോഗിച്ച ടൈം മെഷീൻ അവന്മാരുടെ കയ്യിൽ തന്നെയുണ്ട്. അതുപയോഗിച്ച് ഡ്രാക്കുളയെ തിരിച്ചു കൊണ്ടുപോകണം. ജമ്പൻ കോട്ടയ്ക്കകത്ത് പോയി യന്ത്രവുമായി മടങ്ങി വന്നു. കിട്ടി.
ഇത് നമ്മൾ കസ്റ്റഡിയിൽ വെക്കണം. അടുത്ത നിമിഷം ഒരു നിലവിളി മുഴങ്ങി. അയ്യോ, അതാ ഓടി വരുന്നു കുട്ടൂസൻ. രക്ഷിക്കണേ, ഡാക്കിനിയെ ഡ്രാക്കുള പിടിച്ചേ. ആനയുടെ വലിപ്പമുള്ള ചെന്നായ, അത് ഡ്രാക്കുളയാ. ആ, അറിയാം. എന്താ അവിടെ ഒരു ശബ്ദം? അത് ലുട്ടാപ്പ് ബോധം കെട്ട് വീണതാ. പുള്ളി അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഡോണ്ട് വറി ഓൾഡ് മാൻ, ഡ്രാക്കുളയെ ജമ്പൻ തിരിച്ചയച്ചിരിക്കും. എങ്ങനെ? ദാ ഈ യന്ത്രം ഉപയോഗിച്ച്. ജമ്പൻ പറഞ്ഞു തീർന്നതും കയ്യിലിരുന്ന യന്ത്രം പൊട്ടിച്ചിതറി. ഒപ്പം പുറകിൽ നിന്നൊരു പൊട്ടിച്ചിരി ഉയർന്നു. ഡ്രാക്കുളയും ഒരു പറ്റം ചെന്നായ്ക്കളും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നല്ല നേരത്ത് സ്ഥലം വിടാമെന്ന്. ഇനിയിപ്പോൾ അനുഭവിച്ചോ? ജമ്പൻ തോക്കു ചൂണ്ടി അലറി വിളിച്ചു. യു ആർ അണ്ടർ അറസ്റ്റ്. ഒണ്ടത്തരം പറയരുത്. പ്രേതത്തെ പൂട്ടിയിടുന്ന ജയില് നമ്മുടെ നാട്ടിലില്ല. ഡ്രാക്കുള ചെന്നായ്ക്കളോട് കൽപ്പിച്ചു. ചെല്ലു, ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. അലറിയെടുക്കുന്ന ചെന്നായ്പട. ബോസ്, ഈ അപ്പൂപ്പനെ പേടിച്ച് വട്ടായോന്നൊരു സംശയം. തോക്ക് പൊട്ടുന്നില്ല, ഓടിക്കോ. നീ രക്ഷപ്പെട്ടാൽ നാട്ടിൽ എനിക്കൊരു സ്മാരകം പണിയണം. പറ്റുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം. അത്ഭുതം സംഭവിച്ചു. നമ്മളെ കടിക്കാൻ വന്ന കശ്മലന്മാർ അതാ പൊങ്ങിപ്പോകുന്നു. വെളുത്ത ചെന്നായ്ക്കൾ മേഘങ്ങൾ പോലെ ആകാശത്ത് പറന്നു നടന്നു. ഡ്രാക്കുളയുടെ കണ്ണുകൾ ജ്വലിച്ചു. ആരാണിത് ചെയ്തത്?